ഇസ്രയേലിൻ്റെ കൂട്ടക്കൊലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. സാധാരണ വംശഹത്യകളെല്ലാം എല്ലാവരും ഒളിവിലും, ഹിറ്റ്ലർ പോലും അത് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒളിവിലായിരുന്നു കൂട്ടക്കൊല നടത്തുന്നത്. പക്ഷേ ഇത് ലോക മനസാക്ഷിയുടെ മുന്നിൽ അവരെല്ലാം നോക്കുകുത്തികളായി നിർത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യത്തെ കൊലപാതകം നടന്നത്. എങ്ങനെയാണ് ഇവർക്ക് ഇതിനുള്ള ധൈര്യം ഉണ്ടാകുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അതിൻ്റെ അകത്ത് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് ഞാൻ എവിടെയും പറയും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഐക്യദാർഢ്യമൊക്കെ നടത്തി നമ്മൾ ഇതിനു വേണ്ടി ഒരു ശ്വാസം എടുപ്പുകൊണ്ടെങ്കിലും നമ്മൾ പ്രതിരോധിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാം. പക്ഷേ നമുക്കിത് തുടർച്ച ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇസ്രയേൽ അടങ്ങിയിരിക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് വിജയം ആഘോഷിച്ച ഒരു പത്രപ്രവർത്തകനെ അവർ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു. നമുക്കറിയാം, ഈ കുട്ടികളെയൊക്കെ കൊല്ലുന്നത് കുട്ടികൾ ഈ ബോംബിങ്ങിൻ്റെ ഇടയ്ക്ക് പോയി പെടുന്നത് കൊണ്ടല്ല, അവർ കുട്ടികളെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ജനോസൈഡാന്ന് പറയുന്നത്. അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഡോക്ടർമാരുടെയൊക്കെ ഇൻ്റർവ്യൂസൊക്കെ വായിക്കുമ്പോൾ ഈ കുട്ടികളുടെ തലച്ചോറിൽ നേരിട്ട് ആണ് ഈ വെടിയുണ്ട കയറി ചെല്ലുന്നതും കുട്ടികളെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പം അത് കാണാൻ പറ്റുന്നത്. അതായത് കുട്ടികളെ കൊല്ലണമെന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ ആണ് അവരത് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയൊന്നുമല്ല, ഇപ്പോൾ 2 വർഷം ആയതൊന്നും അല്ല ഈ സംഭവം. 83 ഒരു സംഭവം ഉണ്ടായിരുന്നു. സ്കൂൾ വിടുന്ന സമയത്ത് അത് ഒരു 11:25 ബോംബിട്ടിട്ടുണ്ട്. അപ്പം എന്താണ് ഈ 11:25 എന്ന് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ പലസ്തീനിലെ ഒരു സ്കൂളിൻ്റെ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് ഈ 11:25. ആ സമയത്ത് തന്നെ കൊല്ലുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊല്ലുക, അതായത് അവർക്കെതിരെ ഉണ്ടാകുന്ന പ്രതിരോധിക്കാനുണ്ടാകുന്ന പോരാളികളെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, എന്താണ് നമ്മൾ ഇനി ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാലാണ് ഞാനൊരു മൂവ്മെൻറ്റിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് BDS മൂവ്മെൻറ്റ്. അത് ബോയ്ക്കോട്ട് ചെയ്യുക ഇസ്രയേലി ഉൽപ്പന്നങ്ങളെയും ഇസ്രയേലികൾക്ക് ഫണ്ട് ചെയ്യുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെയും ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്ലേ സ്റ്റോറിൽ നോ താങ്ക്സ് എന്നൊരു ആപ്പുണ്ട്. അത് ഒരു പച്ച കളറിൽ ഒരു സ്ക്വയറിൽ അതിൻ്റെ അകത്ത് നോ താങ്ക്സ് എന്ന് കറുപ്പിൽ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അത് സ്കാൻ ചെയ്താൽ ഉൽപ്പന്നം ബോയ്ക്കോട്ടിൻ്റെ ഇതിൽ പരിധിയിൽ വരുന്നതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഹൃദയത്തിലൊന്നും പാലസ്തീൻ കുഞ്ഞുങ്ങളുടെ ചോരയില്ല എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ, നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ സാധിക്കണമെങ്കിൽ ഈ മൂവ്മെൻറ്റിനെ ശക്തിപ്പെടുത്തുക. അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്.